എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിൻഡേഴ്സ്. ഞാൻ സൂരജ്. ട്വിറ്റർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഇംപ്യൂരിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ഗാർലിക് ഓർഡർ ഇൻ അസറ്റിലിൻ ഗ്യാസ്? അപ്പോൾ ഇവിടെ ചോദ്യം വെൽഡിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഗ്യാസ് വെൽഡിംഗ് അല്ലെങ്കിൽ ഓക്സി അസറ്റിലിൻ വെൽഡിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം അസറ്റിലിൻ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അസറ്റിലിൻ ഗ്യാസിൽ നമ്മൾ ഒരു സ്മെല്ല് ഉണ്ടാവും, ഒരു ഗാർലിക് സ്മെല്ല് നമുക്ക് വരാറുണ്ട്. അത് എന്തൊക്കെ ഇംപ്യൂരിറ്റീസ് കാരണമാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ: വാട്ട് ആർ ദ ഇംപ്യൂരിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ഗാർലിക് ഓർഡർ ഇൻ അസറ്റിലിൻ ഗ്യാസ്? അപ്പൊ അസറ്റിലിൻ ഗ്യാസിൽ ഗാർലിക് ഓർഡർ വരുന്നതിനുള്ള കാരണം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഇംപ്യൂരിറ്റീസ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഫോസ്ഫീൻ ആണ്, ഓപ്ഷൻ ബി ഹൈഡ്രജൻ സൾഫൈഡ്, ഓപ്ഷൻ സി അമോണിയ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന രീതിയിൽ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് ഉത്തരം വരിക. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ ഫോസ്ഫീനും ഹൈഡ്രജൻ സൾഫൈഡും അമോണിയ ഒക്കെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്? യഥാർത്ഥത്തിൽ ഇത്ര ഇംപ്യൂരിറ്റീസ് എന്തൊക്കെയാണ് അവിടെ, ഇംപ്യൂരിറ്റീസ് കാരണമാണ് അവിടെ ഗാർലിക് ഓർഡർ ഏതിൽ വരുന്നുണ്ടാവുക? അസറ്റിലിൻ ഗ്യാസിൽ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പ്രോപ്പർട്ടി, അസറ്റിലിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടാവുക. മറ്റു പ്രോപ്പർട്ടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ്സ് എ കളർലെസ് ഗ്യാസ്. അപ്പൊ അസറ്റിലിൻ ഗ്യാസിന്റെ പ്രത്യേകത ഒന്ന്, അതിന് കളർ ഇല്ല എന്നുള്ളതാണ്. ഒരു കളർലെസ് ഗ്യാസ് ആണ് ഇത് അസറ്റിലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈറ്റർ ദാൻ എയർ ആണ്. എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അസറ്റിലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അറൌണ്ട് 0.9056. എത്രയാണ്? 0.9056 ആണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ, കമ്പയർ വിത്ത് എയർ അല്ലെ, എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര വരിക? 0.9056 എന്നുള്ള ഓർത്തിരിക്കാം. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. നമുക്ക് എന്താണ്, വെള്ളത്തിലും അതുപോലെ തന്നെ ആൽക്കഹോളിലും ഒക്കെ നമുക്ക് വളരെ സ്ലൈറ്റ് ആയിട്ട് സോലുബിൾ ചെയ്യാൻ സാധിക്കും. സോലുബിൾ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇംപ്യൂർ അസറ്റിലിൻ ഗ്യാസ് കണ്ടെയ്ൻസ് ഇംപ്യൂരിറ്റീസ് സച്ചസ് എന്താണ്? ഫോസ്ഫീൻ അല്ലെ. ഇത്തരത്തിൽ ഇംപ്യൂർ ആയിട്ടുള്ള അസറ്റിലിൻ ഗ്യാസിനകത്ത് ഇത്തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് കാണാറുണ്ട്. ഏതൊക്കെയാണ്? ഫോസ്ഫീന്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ. ഇത്തരത്തിൽ ഫോസ്ഫീന്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ കാരണം നമുക്ക് എന്ത് കിട്ടും? ഒരു അസറ്റിലിൻ ഗ്യാസിന് ഒരു ഗാർലിക് ഓർഡർ നമുക്ക് കിട്ടുന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഇവിടെ ചോദ്യം വന്നത് എന്തായിരുന്നു? ഇത്തരത്തിൽ ഗാർലിക് ഓർഡർ കിട്ടാനുള്ള ഒരു ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ദ പെർസെന്റേജ് ഓഫ് കാൽഷ്യം ആൻഡ് കാർബൺ ഇൻ കാൽഷ്യം കാർബൈഡ് അല്ലെ. കാൽഷ്യം കാർബൈഡും നമുക്കറിയാം, കാൽഷ്യം കാർബൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അസറ്റിലിൻ ഉണ്ടാകുക എന്നുള്ള, അസറ്റിലിൻ ജനറേഷൻ നമുക്ക് നടക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ചോദ്യം എന്താ? ചോദ്യം ദ പെർസെന്റേജ് ഓഫ് കാൽഷ്യം ആൻഡ് കാർബൺ, കാൽഷ്യത്തിന്റെയും കാർബണിന്റെയും പെർസെന്റേജ്, ദാറ്റ് ഈസ് കാൽഷ്യം കാർബണേറ്റിനകത്ത് കാൽഷ്യത്തിന്റെയും കാർബണിന്റെയും പെർസെന്റേജിന്റെ റേഷ്യോ എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 69.7 ആൻഡ് 30.3, ഓപ്ഷൻ ബി 70:30, ഓപ്ഷൻ സി 60:40, ഓപ്ഷൻ ഡി 62.5:37.5. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 62.5:37.5 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ ശ്രദ്ധിച്ചേ, നമുക്കറിയാം അസറ്റിലിൻ ഗ്യാസ് ജനറേറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ദാറ്റ് ഈസ് അസറ്റിലിൻ എന്ന് പറയുന്ന ഗ്യാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാൽഷ്യം കാർബൈഡിനകത്ത് അല്ലെ, കാൽഷ്യം കാർബൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്താൽ മതി. സോ CaC2 പ്ലസ് H2O അല്ലെ, ഇത്തരത്തില് സോളിഡ് ആയിട്ടുള്ള കാൽഷ്യം കാർബൈഡ് ഉണ്ടാവും. ഓക്കെ, കാൽഷ്യം കാർബൈഡ് ഉണ്ടാവും. ആ കാൽഷ്യം കാർബൈഡ് അതിനകത്തേക്ക്, സോളിഡ് ആയിട്ടുള്ള കാൽഷ്യം കാർബൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? വെള്ളം അല്ലെ, H2O നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും ലിക്വിഡ് ഫോമിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? C2H2. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഇത്തരത്തിൽ അസറ്റിലിൻ എന്ന് പറയുന്ന ഗ്യാസിന്റെ കെമിക്കൽ ഫോർമുല എന്തുവാന്നുള്ളത്? C2H2 എന്ന് പറയുന്ന നമുക്ക് അസറ്റിലിൻ ഗ്യാസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ CaOH ട്വൈസ് അല്ലെ, എന്താ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്, അത് എന്താണ്? സോളിഡ് ഫോമിലായിരിക്കും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന ഒരു റിയാക്ഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അവിടെ ചോദ്യങ്ങൾ വരിക എല്ലായ്പ്പോഴും എന്താണ്? ഈ പറയുന്ന അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്? നമുക്ക് ഉത്തരം പറയാം, കാൽഷ്യം കാർബൈഡും വെള്ളവുമാണ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഈസ് ആഡഡ് ടു ദ കാൽഷ്യം കാർബൈഡ്, ഇറ്റ് റിയാക്ട്സ് ആൻഡ് പ്രൊഡ്യൂസ് അസറ്റിലിൻ ഗ്യാസ് ആൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലേക്കറ്റ് ലൈം അല്ലെ, സ്ലേക്കറ്റ് ലൈം ആണ് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. സോ കാൽഷ്യം കാർബൈഡ് ഈസ് composed of 62.5% കാൽഷ്യം. എത്രയാണ്? 62.5% കാൽഷ്യവും അതുപോലെ തന്നെ 37.5% കാർബൺ ആണെന്നുള്ളത് മനസ്സിലാക്കാം.
ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ വാട്ടർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലെ. വാട്ടർ നമുക്കറിയാം H2O ആണ്, അത് ഹൈഡ്രജനും ഓക്സിജനും ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ ഇതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ദ ഓർ ഓഫ് ലെഡ് ഈസ് ഡാഷ്. ലെഡ് എന്ന് പറയുന്ന അല്ലെ, ലെഡ് നമുക്കറിയാലോ. അപ്പൊ ലെഡിന്റെ ഓർ ഏതാണ്? ലെഡിന്റെ ഓർ ഏതാണ്? അപ്പോൾ ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് ഇപ്പൊ മെറ്റൽസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ ഫെറസ് മെറ്റൽസ് ഉണ്ട്, നോൺ ഫെറസ് മെറ്റൽസ് ഉണ്ട്. ഇപ്പൊ ലെഡ് എന്ന് പറയുന്ന ഒരു നോൺ ഫെറസ് മെറ്റൽ ആണ്. അപ്പൊ ലെഡിന്റെ ഓർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഉത്തരം നോക്കി ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ ഗലീന, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ സി അയൺ പൈറൈറ്റ്സ്, ഓപ്ഷൻ ഡി കോപ്പർ പൈറൈറ്റ്സ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ലെഡ് എന്ന് പറയുമ്പോൾ ലെഡ് ഗലീനയാണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ലെഡ് അതിന്റെ ഓർ എന്ന് പറയുന്നത് ഗലീനയാണ്. അപ്പൊ ലെഡ് എന്ന് പറയുന്ന ആ ഒരു മെറ്റൽ അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ദ മെയിൻ ഓർ ഓഫ് ലെഡ് എന്ന് പറയുന്നത് ഗലീനയാണ്. ഓൾറെഡി നമ്മൾ കണ്ടു. രണ്ടാമത് ചോദിച്ചു വരാനുള്ള ചോദ്യം അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 327 അല്ലെ. ലെഡ് 327 ആണ്. മറ്റൊരു പ്രത്യേകത സോഫ്റ്റസ്റ്റ് ഓഫ് ദ ഹെവി മെറ്റൽ. അപ്പൊ ഹെവി മെറ്റലുകളിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം ദാറ്റ് ഈസ് ലെഡ് ആണ്. ലെഡിന്റെ മറ്റൊരു പ്രത്യേകത വളരെയധികം പോയിസണസ് ആണ്. വിഷാംശമുള്ള ഒരു മെറ്റലാണ് ലെഡ് എന്ന് പറയുന്നത്. ബട്ട് ലെഡ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ പൈപ്പിങ്ങിലൊക്കെ നമുക്ക് പ്ലംബിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഡ് കോൾക്കിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലെഡ് എന്ന് പറയുന്നത് കിച്ചൺ വേഗസിലൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അത് പോയിസണസ് ആണ്. സോ ഇറ്റ് ഈസ് പോയിസണസ് ആൻഡ് ഷുഡ് നോട്ട് ബി ബ്രോട്ട് ഇൻ ടു കോൺടാക്ട് വിത്ത് ഫുഡ്. ഫുഡിൽ നിന്നും ഇത് ഇത്തരത്തിൽ ലെഡിന്റെ അംശം നമ്മൾ ഒരിക്കലും കോൺടാക്ട് കൊണ്ടുവരരുത്. കാര്യം അത് വിഷാംശമുള്ള പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് ഓർത്തിരിക്കാം. മോൾട്ടൺ ലെഡ് ഈസ് യൂസ്ഡ് ഫോർ ലെഡ് കോൾക്കിംഗ് ഇൻ CI പൈപ്പ്. കാസ്റ്റ് അയൺ പൈപ്പുകളിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോൾക്കിംഗ് പ്രോസസ് ചെയ്യുന്നുണ്ടാവും. അവിടെ നമ്മൾ ലെഡ് ആണ് ഒഴിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ദ മെയിൻ യൂസ് ഓഫ് ലെഡ് ആർ മേക്കിംഗ് ഷോട്ട്സ്, ബുള്ളറ്റ്സ്, അലോയ്സ് ഗ്യാസ് ആൻഡ് പൈപ്സ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ബാലൻസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ മാസസ് നമ്മൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെഡിന്റെ സ്ട്രിപ്പ് ഒക്കെ ഒട്ടിക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഗ്രൈൻഡിങ് വീൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡിങ് വീൽ ഒരു ഡ്രിൽ ചെയ്തതിനു ശേഷം ഹോള് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ലെഡ് ആയിരിക്കും നമ്മൾ ഉരുക്കി ഒഴിക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള ഓപ്പറേഷനുകൾക്കൊക്കെ അല്ലെങ്കിൽ അവിടെയൊക്കെ ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ സാധാരണ ലെഡ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ ഓർത്തിരുന്നാൽ മതിയാകും. അപ്പൊ ലെഡ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം സോഫ്റ്റസ്റ്റ് എമം ഹെവിയസ്റ്റ്. അപ്പൊ ഹെവി മെറ്റലിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ലെഡ് ആണെന്ന് ഓർത്തിരിക്കാം. ലെഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് 327°C ആണ്. ലെഡിന്റെ ഓർ എന്ന് പറയുന്നത് ഗലീനയാണെന്നുള്ളതും ഓർത്തിരിക്കാം. വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ലെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ അബ്രസീവ്. തന്നിരിക്കുന്നതിനകത്ത് നാച്ചുറൽ അബ്രസീവിന്റെ എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ അലൂമിനിയം ഓക്സൈഡ്, ഓപ്ഷൻ ബി സിലിക്കൺ കാർബൈഡ്, ഓപ്ഷൻ സി എമരി, ഓപ്ഷൻ ഡി ബോറോൺ കാർബൈഡ്. ചോദ്യം എന്താണ്? തന്നിരിക്കുന്നതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള അബ്രസീവ് ഏതാണ്? നാച്ചുറൽ അബ്രസീവ് ഏതാണ്? അപ്പൊ നമുക്കറിയാം അബ്രസീവിനകത്ത് നാച്ചുറൽ അബ്രസീവ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അബ്രസീവ് ഉണ്ട്. ഇവിടെ ഓപ്ഷൻ എ അലൂമിനിയം ഓക്സൈഡ്, ഓപ്ഷൻ ബി സിലിക്കൺ കാർബൈഡ്, ഓപ്ഷൻ ഡി ബോറോൺ കാർബൈഡ് എല്ലാം എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അബ്രസീവ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി എമരി ആണ്. സോ എമരി എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ അബ്രസീവ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് നാച്ചുറൽ ഏതാണ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഏതാണെന്നുള്ളത്. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലും ആർട്ടിഫിഷ്യൽ ഏതൊക്കെയാണെന്നുള്ള ഐഡിയ നമുക്ക് വേണം. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സാൻഡ്സ്റ്റോൺ, എമരി, കൊറണ്ടം, ഡയമണ്ട് എന്ന് പറയുന്ന ഡയമണ്ട് രണ്ടിലും വരും. സാധാരണ നാച്ചുറലി കിട്ടുന്ന ഡയമണ്ടും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഡയമണ്ട് ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡയമണ്ട് രണ്ടിലും കോമൺ ആയിട്ട് വരാറുണ്ട്, ആർട്ടിഫിഷ്യലും വരാറുണ്ട്, നാച്ചുറലും വരാറുണ്ട്. ബാക്കിയെല്ലാം ഓർത്തിരിക്കണം. സാൻഡ്സ്റ്റോൺ എന്ന് വിളിക്കുന്നത് സോളിഡ് കോട്സ് അല്ലെ, സോളിഡ് ആയിട്ടുള്ള കോട്സ്. സോഫ്റ്റ് മെറ്റീരിയൽ ഫോർ ഗ്രൈൻഡിങ്, സോഫ്റ്റ് മെറ്റീരിയൽ വേണ്ടിയിട്ടാണ് നമ്മൾ സാൻഡ്സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ അബ്രസീവ് ആണെന്ന് ഓർത്തിരിക്കാം. എമരി അല്ലെങ്കിൽ കൊറണ്ടം എന്ന് പറയുന്നത് നാച്ചുറൽ അബ്രസീവ് ആണെന്ന് ഓർത്തിരിക്കാം. ഡയമണ്ട് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഡയമണ്ട് നാച്ചുറൽ അബ്രസീവ് ആണെന്ന് ഓർത്തിരിക്കാം. എന്നാൽ ആർട്ടിഫിഷ്യൽ അബ്രസീവ്സിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് അലുമിന, Al2O3, അലുമിന അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, ബോറോൺ കാർബൈഡ്, CBN ക്യൂബിക് ബോറോൺ നൈട്രൈഡ്, അത്തരത്തിലുള്ള എന്താണ് ആർട്ടിഫിഷ്യൽ അബ്രസീവ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് നാച്ചുറൽ ഏതാണ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ അബ്രസീവ് ഏതാണെന്നുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ. അപ്പോൾ മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമാണ്. ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ, അയണിന്റെ ക്രൂഡ് ഇംപ്യൂർ ഫോം ഏതാണ്? ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി പിഗ് അയൺ, ഓപ്ഷൻ സി പ്ലെയിൻ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ഡി റോട്ട് അയൺ.
അപ്പൊ കാസ്റ്റ് അയൺ, പിഗ് അയൺ, പ്ലെയിൻ കാർബൺ സ്റ്റീൽ, റോട്ട് അയൺ. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഇസ് ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പിഗ് അയൺ ആണ് കേട്ടോ. ഓപ്ഷൻ ബി പിഗ് അയൺ. അപ്പം ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിഗ് അയൺ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നാണ് പിഗ് അയൺ ഫോം ചെയ്യുന്നുണ്ടാവുക അല്ലെ? പിഗ് അയൺ നമുക്ക് കിട്ടുന്നുണ്ടാവുക ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാം. പിഗ് അയൺ എന്ന് പറയുന്നത് ക്രൂഡ് ഇംപ്യൂർ അയൺ എക്സ്ട്രാക്റ്റഡ് ഫ്രം അയൺ ഓർ ഇസ് നോൺ ആസ് പിഗ് അയൺ അല്ലെ? അയൺ ഓറിൽ നിന്നും സിഡറേറ്റ്, മാർട്ടൻസൈറ്റ് അല്ലെങ്കിൽ ഹെമറ്റേറ്റ് അത്തരത്തിലുള്ള അയൺ ഓറുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ക്രൂഡ് ഇംപ്യൂർ അയൺ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ. സോ ഇറ്റ് ഫോംസ് എ ബേസിക് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിംഗ് ഓഫ് കാസ്റ്റ് അയൺ, റോട്ട് അയൺ ആൻഡ് സ്റ്റീൽ. ഈ ഒരു റോട്ട് അയൺ, കാസ്റ്റ് അയൺ, സ്റ്റീൽ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിഗ് അയൺ ആണ്. ദ മെയിൻ റോ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിംഗ് പിഗ് അയൺ ആർ അയൺ ഓർ, കോക്ക്, ഫ്ലക്സ്. ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യാം. എവിടെ? ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിലാണ് നമ്മൾ പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് അസെറ്റിലിൻ ഗ്യാസ്? അസെറ്റിലിൻ ഗ്യാസ് എന്ന് പറയാൻ നമുക്കറിയാം C2H2 അല്ലെ? നമ്മൾ നേരത്തെ കണ്ടു, കാൽഷ്യം കാർബൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് വാട്ട്? അസെറ്റിലിൻ പ്ലസ് കാൽഷ്യം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ? അപ്പൊ അത്തരത്തില്, അല്ലെങ്കിൽ സ്ലേക്കറ്റ് ലൈം എന്ന് പറയും. അപ്പൊ അത്തരത്തില് ആ ഒരു റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് C2H2 എന്ന് പറയുന്നത് അസെറ്റിലിൻ ഗ്യാസ് ആണ്. ഈ അസെറ്റിലിൻ ഗ്യാസിന്റെ കോമ്പോസിഷൻ എത്രയാന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കാർബൺ 72.3%, ഹൈഡ്രജൻ 27.7%. ഓപ്ഷൻ ബി കാർബൺ 82.3%, ഹൈഡ്രജൻ 17.7%. സി, ഓപ്ഷൻ സി കാർബൺ 90%, ഹൈഡ്രജൻ 10%. ദാറ്റ് ഈസ് ഡി, ഓപ്ഷൻ ഡി കാർബൺ 92.3%, ഹൈഡ്രജൻ 7.7%. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം C2H2 എന്ന് പറയുന്നത് അസെറ്റിലാണെന്നറിയാം. അതിനകത്ത് കാർബണിന്റെ ശതമാനം എത്രയാണ്, ഹൈഡ്രജൻ എത്രയാണ്? സോ കാർബൺ 92.3%, ഹൈഡ്രജൻ 7.7%. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് 2 atoms ഓഫ് കാർബൺ C2H2 ആണ് നമ്മളുടെ ആ ഒരു അസെറ്റിലിൻ ഗ്യാസ് എന്ന് പറയുന്നത് C2H2 ആണ്. സോ അവിടെ അസെറ്റിലിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് 92.3% എന്താണ് കാർബണും, അതുപോലെ തന്നെ ഹൈഡ്രജൻ 7.7% ആണ്. സോ C2H2 ഇത്തരത്തിലാണ് ഒരു ബോണ്ടിങ് കാണാൻ സാധിക്കും. ട്രിപ്പിൾ ബോണ്ട് ആണ് ഇതിൽ ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ദ കെമിക്കൽ സിമ്പിൾ എന്ന് പറയുന്നത് C2H2 ആണ് കേട്ടോ. മനസ്സിലാക്കിയിരിക്കാം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ ഹെഡ് ഓഫ് ഹാമർ പാരലൽ ടു ഇറ്റ്സ് ഹാൻഡിൽ ഈസ് ഡാഷ്. ഒരു ഹാമർ ഹെഡിനകത്ത്, ഹാമറിന്റെ ഹെഡ് ഉണ്ടാവുമല്ലോ, ആ ഹെഡ് അതിന്റെ പീൻ എന്ന് പറയുന്നത് പാരലൽ ടു ദ ഹാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഹാമർ ആണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ക്രോസ് പീൻ ഹാമർ, ഓപ്ഷൻ ബി ബോൾ പീൻ ഹാമർ, ഓപ്ഷൻ സി സ്ട്രേറ്റ് പീൻ ഹാമർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഹാമർ ഹെഡിനകത്ത് എന്താണ് ഇത്തരത്തില് പീൻ ഉണ്ടാവും. ടോപ്പ് സർഫസിന് പീൻ എന്നും ഇടയിലുള്ളത് ചീക്ക് എന്ന് പറയാം അല്ലെ? അപ്പൊ അത്തരത്തില് മറ്റേത് ഫേസ് എന്ന് പറയാം. താഴത്തെ പോർഷൻ ഫേസ്, ചീക്ക്, പീന്. അപ്പൊ മുകളിലുള്ള പീൻ എന്ന് പറയുന്നത് എന്താണ്, പാരലൽ ടു ദ ഹാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണത്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് സ്ട്രേറ്റ് പീൻ ഹാമർ. അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രേറ്റ് പീൻ ഹാമർ. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ സ്ട്രേറ്റ് പീൻ ഹാമർ ഉണ്ട്. ഇനി ആ ഒരു പീൻ എന്ന് പറയുന്നത് ഒരു ബോൾ ഷേപ്പിലാണെങ്കിൽ ബോൾ പീൻ ഹാമർ എന്ന് പറയാം. എന്നാൽ മറ്റൊരു ടൈപ്പ് അതിന്റെ പീൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഹാൻഡിലിന് ക്രോസ് ആയിട്ടാണ്, 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്രോസ് പീൻ ഹാമർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സ്ട്രേറ്റ് പീൻ ഹാമർ ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് അല്ലെ? സ്ട്രൈക്ക് ചെയ്യുന്ന ലൈനിന് റൈറ്റ് ആംഗിൾ ആയിട്ട് 90 ഡിഗ്രി മാറിക്കൊണ്ട് മെറ്റൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സ്ട്രേറ്റ് പീൻ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്ട്രേറ്റ് പീൻ ഈസ് യൂസ്ഡ് അറ്റ് കോർണേഴ്സ്. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ, ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു കോർണേഴ്സിലൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യാറുണ്ടാവുക, ഇത്തരത്തില് നമ്മൾ നമ്മളുടെ ആ ഒരു ഹാമർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇത്തരത്തില് സ്ട്രേറ്റ് പീൻ ഹാമേഴ്സ് ആണ് കാണാൻ സാധിക്കും. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ്, ഇത് ബോൾ പീൻ ഹാമർ ആണ്. ഇതാണ് ബോൾ പീൻ ഹാമർ. സോ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം
കൊടുത്തിരിക്കുന്നത് രണ്ടും ഏകദേശം ഇത് നമ്മൾ ക്രോസ് പീൻ ഹാമർ കേട്ടോ. ഇതാണ് നമ്മുടെ ഇതാണ് ക്രോസ് പീൻ ഹാമർ, ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് പീൻ ഹാമർ. ആണ് നമ്മുടെ സ്ട്രെയിറ്റ് പിൻ ഹാമർ. അങ്ങനെ 3 തരത്തിലുള്ള ഹാമർ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യം, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഫോം ദ ഫൈനൽ ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഡ്യൂറിംഗ് റിവറ്റിംഗ്? ഇപ്പൊ റിവറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് ടൂൾ ആണ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന റിവറ്റ് സെറ്റ്, ഓപ്ഷൻ ബി ഡോളി, ഓപ്ഷൻ സി സ്നാപ്പ്, ഓപ്ഷൻ ഡി ഡ്രിഫ്റ്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? റിവറ്റ് സെറ്റ്, ഡോളി, അതുപോലെ തന്നെ സ്നാപ്പ്, ഓപ്ഷൻ ഡി ഡ്രിഫ്റ്റ്. അപ്പൊ ഈ 4 ഓപ്ഷനുകളും ഓപ്ഷൻ എയും ബിയും സിയും ഡിയും എന്ത് തന്നെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടൂളുകൾ തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഫൈനൽ ഷേപ്പ്, ആ ഒരു ഹെഡിന്റെ ഫൈനൽ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സോ വി ആർ യൂസിങ് ഓപ്ഷൻ സി സ്നാപ്പ്. സോ സ്നാപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. റിവറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷീറ്റിനെ കൃത്യമായിട്ട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റിവറ്റ് സെറ്റ് യൂസ് ചെയ്യാം. ഡോളി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോളി യൂസ് ചെയ്യാം. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അലൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഡ്രിഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കേ, റിവറ്റ് സെറ്റ്, റിവറ്റ് സ്നാപ്പ്. ഇപ്പൊ റിവറ്റ് സ്നാപ്പ് ആണ് നമ്മൾ ഇത്തരത്തിൽ ഫൈനൽ ഷേപ്പ്, ദ റിവറ്റ് ഹെഡ് അല്ലെ. ഇപ്പൊ റിവറ്റിംഗ് ചെയ്യുന്ന സമയത്ത് റിവറ്റിന് ഒരു ഫൈനൽ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിവറ്റ് സ്നാപ്പ് ആണ്. യൂസ് ടു ഫോം ഫൈനൽ ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഡ്യൂറിംഗ് ദ റിവറ്റിംഗ് പ്രോസസ്. റിവറ്റ് സ്നാപ്സ് ആർ അവൈലബിൾ ടു മാച്ച് ദ ഡിഫറെന്റ് ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഹെഡ്. അപ്പൊ റിവറ്റ് ഹെഡിന്റെ ഡിഫറെന്റ് ഷേപ്പിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ റിവറ്റ് സ്നാപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതുപോലെ തന്നെ ഡോളി എന്ന് പറയുന്നതാണ്, ഡോളി മീൻസ് ഇറ്റ് ഈസ് യൂസ് ടു സപ്പോർട്ട് ദ ഹെഡ് ഓഫ് ദ റിവറ്റ് അല്ലെ. ആ ഒരു ഹെഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോളി നമ്മൾ യൂസ് ചെയ്യുന്നതാവുക. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ ഡോളി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, മുകളിലാണ് അത് ഷേപ്പ് എടുക്കുന്നതാവുക. റിവറ്റ് സ്നാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫൈനൽ ഷേപ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നതാവുക. സോ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ദ സൈസ് ഓഫ് ദ റിവറ്റ് ഹോൾ ഈസ് ഡാഷ് സൈസ് ഓഫ് ദ റിവറ്റ്. അപ്പൊ റിവറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ റിവറ്റ് ഹോള് എങ്ങനെയാണ് സൈസ്? നമുക്കറിയാം റിവറ്റ് നമ്മൾ സാധാരണ ഒരു ഡയമീറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. റിവറ്റ് ഡയമീറ്റർ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ആ ഒരു സൈസ്, ആ ഒരു റിവറ്റിന്റെ സൈസ് അല്ലെങ്കിൽ റിവറ്റ് ഹോളിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ റിവറ്റിന്റെ സൈസിനെ കമ്പയർ ചെയ്ത് റിവറ്റ് ഹോൾ എങ്ങനെയാണ്? സോ ദ സൈസ് ഓഫ് ദ റിവറ്റ് ഹോൾ ഈസ് ഡാഷ് ദ സൈസ് ഓഫ് ദ റിവറ്റ്. അപ്പൊ റിവറ്റിന്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ റിവറ്റ് ഹോളിന്റെ സൈസ് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഈക്വൽ ആണ്, ഓപ്ഷൻ ബി ലെസ് ദാൻ ആണ്, ഓപ്ഷൻ സി മോർ ദാൻ ആണ്, ഓപ്ഷൻ ഡി നോട്ട് കമ്പയറബിൾ വിത്ത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റിവറ്റ് ഉള്ളിലേക്ക് അല്ലെങ്കിൽ റിവറ്റ് ഹോളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഹോള് വലുതായിരിക്കണം. സോ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം റിവറ്റിന്റെ സൈസിനെക്കാട്ടിൽ കൂടുതലായിരിക്കണം റിവറ്റ് ഹോളിന്റെ സൈസ്. സോ നമുക്ക് പറയാം ദ സൈസ് ഓഫ് ദ റിവറ്റ് ഹോൾ ഈസ് മോർ ദാൻ ദ സൈസ് ഓഫ് ദ റിവറ്റ്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മോർ ദാൻ അല്ലെ, മോർ ദാൻ ദ സൈസ് ഓഫ് ദ റിവറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആ ഒരു ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ ഡി പ്ലസ് ഏകദേശം 0.2 to 0.3 mm വരെയൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ, ഒരു ക്ലിയറൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് നോക്കിയിരുന്നാൽ മതി. സാധാരണഗതിയിൽ റിവറ്റ് ഹോൾ സൈസ് മെയിൻറ്റെയിൻഡ് ഇൻ കോൾഡ് റിവറ്റിംഗ് പ്രോസസ്. ഇപ്പൊ കോൾഡ് റിവറ്റിംഗ് പ്രോസസ്സിനകത്ത് റിവറ്റ് ഹോൾ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കറസ്പോണ്ടിങ് നോമിനൽ ദ ഷാങ്ക് നോമിനൽ ഡയമീറ്റർ പ്ലസ് എത്രയാണ് 0.2 to 0.3 mm ആണ്. ഹോൾ ഡയമീറ്റർ ഫോർ റിവറ്റ്സിന്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിവറ്റ് നോമിനൽ ഡയ, ഹോൾ ഡയ. ഇപ്പൊ 2 ആണെന്നുണ്ടെങ്കിൽ ഹോള് 2.2, 3 ആണെന്നുണ്ടെങ്കിൽ കൂടുതലാണ് 3.2, 4 ആണെന്നുണ്ടെങ്കിൽ കൂടുതലാണ് 4.2, 5 ആണെന്നുണ്ടെങ്കിൽ കൂടുതലാണ് 5.3, 6 ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലാണ് 6.3, 8 ആണെന്നുണ്ടെങ്കിൽ 8.5, 10 ആണെന്നുണ്ടെങ്കിൽ 1 mm കൂടി 11, 12 ആണെന്നുണ്ടെങ്കിൽ 18, 15 ആണെന്നുണ്ടെങ്കിൽ 16.5. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് നമുക്ക് ആ ഒരു എന്താണ് 15 to 40 റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഹോൾ ലാർജ്ലി ദാൻ നോർമൽ ഡയ ബൈ 1.5 to 2 mm കൂടുതലാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഈ ഒരു ചാർട്ട് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതിയാകും. നമ്മളുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അവൈലബിൾ ആണ് ചാർട്ട്. സോ അത്തരത്തിലായിരിക്കും അത് പോകുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ഇൻ ഓക്സിഅസിറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് 1 volume of liquid acetone can dissolve dash of acetylene under NTP. അല്ലെ, ഈ പറഞ്ഞ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിനകത്ത് ഇത്തരത്തിലെ NTP-യില് നമുക്ക് എന്താണ് എത്രത്തോളം വോളിയം ലിക്വിഡ് അസറ്റോൺ ഗ്യാസ് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഓക്സിഅസിറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് 1 volume of liquid acetone. അപ്പം നമുക്കറിയാം ഡിസോൾവ്ഡ് അസെറ്റിലിൻ
ഡിസോൾവ്ഡ് അസറ്റിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് എന്താണ്, നമുക്ക് അസറ്റിനെ നമുക്ക് വളരെ വലിയ പ്രഷറിലേക്കൊന്നും നമുക്ക് എത്തിക്കാൻ പറ്റില്ല. കാര്യം അത് എന്താണ്, അത് പൊട്ടിത്തെറിക്കാൻ എക്സ്പ്ലോസീവ് നേച്ചറിലാണ് നമുക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിസോൾവ്ഡ്, അപ്പൊ DA എന്ന് പറയും അല്ലെ, ഡിസോൾവ്ഡ് അസറ്റിൻ കണ്ടീഷനിലേക്കാണ്. അപ്പൊ അസറ്റോൺ എന്ന് പറയുന്നതിനകത്ത് ഡിസോൾവ് ചെയ്തുകൊണ്ട് ലിക്വിഡ് ഫോമിലായിരിക്കും നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ടാണ് ഡിസോൾവ്ഡ് അസറ്റിൻ എന്ന് പറയുന്നത്. സോ ഇൻ ഓക്സി അസറ്റിൻ ഗ്യാസ് വെൽഡിംഗ് 1 വോളിയം ഓഫ് ലിക്വിഡ് അസറ്റോൺ, അപ്പൊ ഒരു വോളിയം ലിക്വിഡ് അസറ്റോണിനകത്ത് എത്ര അല്ലെ ലിക്വിഡ് അസറ്റോൺ ക്യാൻ ഡിസോൾവ് ഡാഷ് ഓഫ് അസറ്റിലിൻ, എത്രത്തോളം വോളിയം അസറ്റിൽ അണ്ടർ NTP കണ്ടീഷൻ, നോർമൽ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ എത്രത്തോളം വോളിയം അസറ്റിൻ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും അല്ലെ, ഒരു വോളിയം ഓഫ് ലിക്വിഡ് അസറ്റോൺ. 1 വോളിയം ഓഫ് ലിക്വിഡ് അസറ്റോണിന് എത്ര വോളിയം അസറ്റിലിൻ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ A 15 വോളിയം, ഓപ്ഷൻ B 10 വോളിയം, ഓപ്ഷൻ C 25 വോളിയം, ഓപ്ഷൻ D 20 വോളിയം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരു വോളിയം ലിക്വിഡ് അസറ്റോണിന് ഏകദേശം 25 വോളിയം അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഡിസോൾവ് ചെയ്ത് വെക്കാം എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരം വരിക, 25 വോളിയം. സോ ഓപ്ഷൻ C വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ ആണേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസറ്റിലിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി ഡിസോൾവ് ഇൻ ലിക്വിഡ് അസറ്റോൺ അറ്റ് ഹൈ പ്രഷർ. അപ്പൊ ലിക്വിഡ് അസറ്റോണിൽ നമുക്ക് ഡിസോൾവ് ചെയ്തുകൊണ്ട് ഹൈ പ്രഷറിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സാധാരണഗതിയിൽ നമുക്ക് അസറ്റിനെ ആ ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. 1 വോളിയം ഓഫ് ലിക്വിഡ് അസറ്റോൺ ക്യാൻ ഡിസോൾവ് 25 വോളിയം ഓഫ് അസറ്റിലിൻ അണ്ടർ NTP കണ്ടീഷൻ. ഇത്തരത്തിൽ 1 വോളിയം അസറ്റിലിൻ അല്ലെങ്കിൽ 1 വോളിയം ഓഫ് അസറ്റോൺ ലിക്വിഡ് അസറ്റോണിന് നമുക്ക് 25 വോളിയം അസറ്റിലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഡിസോൾവ് ചെയ്യാൻ പറ്റും എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഡിസോൾവിംഗ് കപ്പാസിറ്റി ഗ്രോസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ച് ഡിസോൾവിംഗ് കപ്പാസിറ്റി കൂടുന്നുണ്ടാകും. സെയിം ടെമ്പറേച്ചർ അറ്റ് 15 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ 15 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അസറ്റിൻ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 വോളിയം ഓഫ് അസറ്റിൻ ഒബ്സർവ് 25 × 15 അല്ലെ. അപ്പൊ 25 × 15 എന്ന് പറയുമ്പോൾ എത്രയാണ്, ഏകദേശം 375 വോളിയം അസറ്റിൻ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഒരു NTP-ലാണെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് അസറ്റോൺ ആണെങ്കിൽ 25 ആണെന്നുണ്ടെങ്കിൽ അത് 15 അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് വരുന്ന സമയത്ത് 25 × 15 that is 375 വോളിയം ഓഫ് അസറ്റിൻ ആണ് നമുക്ക് എന്നുള്ളത് ഓർത്തിരിക്കാം. ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 വോളിയം യൂണിറ്റ് ഓഫ് അസറ്റിലിൻ റിക്വയർസ് 2.5 വോളിയം ഓഫ് യൂണിറ്റ് ഓഫ് ഓക്സിജൻ. കംപ്ലീറ്റ് കമ്പഷന് വേണ്ടിയിട്ട് മൊത്തമായി കംപ്ലീറ്റ് കമ്പഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു വോളിയം ഓഫ് അസറ്റിലിൻ റിക്വയർസ് അല്ലെ 1 വോളിയം ഓഫ് C2H2ന് എത്ര വോളിയം ഓക്സിജൻ വേണം, 2.5 വോളിയം ഓക്സിജൻ വേണം. 2.5 വോളിയം ഓക്സിജൻ വേണം എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കാം. 1 വോളിയം ഓഫ് അസറ്റിലിന് എത്ര വോളിയം പൂർണ്ണമായിട്ടും കത്തണമെന്നുണ്ടെങ്കിൽ, കമ്പഷൻ ചെയ്യണമെങ്കിൽ എത്രത്തോളം ഓക്സിജൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5 വോളിയം ഓക്സിജൻ വേണം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റേ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ഡിഫക്ട് വിൽ ഒക്കേഴ്സ് ഇഫ് ദ പിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിവറ്റ് ആർ ടു ക്ലോസ്. രണ്ട് റിവറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആണ്, വളരെ അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ എന്ത് ഡിഫക്റ്റ് ആണ് അത് കാരണം ഉണ്ടാവുക? നമുക്കറിയാം, റിവറ്റുകൾക്ക് തമ്മിൽ പിച്ച് ഉണ്ടാവും. പിച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 times d ആണെന്നുള്ള ഓൾറെഡി നമ്മൾ കണ്ടു. അതിന് താഴെ അല്ലെ വരികയാണെന്നുണ്ടെങ്കിൽ, വളരെ വളരെ അടുത്തടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓപ്ഷൻ A ബക്ലിംഗ്, ഓപ്ഷൻ B സ്പ്ലിറ്റിംഗ്, ഓപ്ഷൻ C ടിയറിംഗ്, ഓപ്ഷൻ D ഗ്യാപ്പിംഗ്. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരിക? അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓപ്ഷൻ C ടിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവും. ഓപ്ഷൻ C ടിയറിംഗ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, സോ ഈ ഒരു ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ടിയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആണ്. ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ടിയർ ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ. ഇവിടുന്ന് ഷിയർ ചെയ്ത് ഇങ്ങനെ അവിടുന്ന് ആ ഒരു പ്ലേറ്റ് ടിയർ ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ടിയറിംഗ് സംഭവിക്കാനുള്ള ഒരു സാധ്യത കൂടുതൽ ആ ഒരു പിച്ച് ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോഴായിരിക്കും. ഓക്കെ, ടിയറിംഗ് ഓഫ് ദ പ്ലേറ്റ് അവിടെ സംഭവിക്കുന്നു. ടു മച്ച് ഡിസ്റ്റൻസ്, അവിടെ ഡിസ്റ്റൻസ് കൂടി പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ഗ്യാപ്പിംഗ് ആണ്. ഗ്യാപ്പിംഗ് അല്ലെ, ടു മച്ച് ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ് കൂടി വരികയാണെങ്കിൽ ആ ഒരു എഡ്ജിൽ നിന്നൊക്കെ ഡിസ്റ്റൻസ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പിംഗ് വരുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഗ്യാപ്സ് ഫോം ചെയ്യുന്നുണ്ടാവും. സോ അതാണ് ഗ്യാപ്പിംഗ് എന്ന് പറയുന്നത്. ടു ഫോർ ദ പിച്ച് വിൽ അലോ ദ ഷീറ്റ് പ്ലേറ്റ് ടു ബക്കിൾ അല്ലെ. ഇത്തരത്തിൽ എന്താണ്, ആ ഒരു രണ്ട് പിച്ചുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ബക്ലിംഗ് ഉണ്ടാവും. അപ്പൊ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ടിയറിംഗ് സംഭവിക്കുന്നു. രണ്ട് പിച്ചുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ടിയറിംഗ് സംഭവിക്കുന്നു. കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ബക്ലിംഗ് സംഭവിക്കുന്നു. എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പിംഗ് സംഭവിക്കുന്നു. ഓക്കെ,
സോ അത്തരത്തിൽ ഇവിടെ നിങ്ങൾക്ക് സ്പ്ലിറ്റിംഗ് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ എന്താണ് സ്പ്ലിറ്റിംഗും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ ഇത് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. എഡ്ജിൽ നിന്ന് ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് അല്ലെ, ഇവിടെ എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് അവിടെ അത്തരത്തിൽ സ്പ്ലിറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. സോ ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകളാണ് നമ്മുടെ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് അസെറ്റിൻ ആർ കെപ്റ്റ് ദ സെയിം ആസ്. അതായത് നമ്മുടെ ഓക്സി അസെറ്റിൻ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നോസിൽസ് നമ്മൾ അല്ലെങ്കിൽ ബ്ലോ പൈപ്പുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ബ്ലോ പൈപ്പുമായി ബന്ധപ്പെട്ട് പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് അസെറ്റിൻ ആർ കെപ്റ്റ് ദ സെയിം ആസ്. നമ്മളുടെ ആ ഒരു പ്രഷർ ഓക്സിജനും അതുപോലെ തന്നെ അസെറ്റിന്റെ പ്രഷർ ഒരേപോലെ കെപ്റ്റ് ചെയ്യുന്ന ഒരേപോലെ കീപ്പ് ചെയ്യുന്ന ആ ഒരു പ്രഷർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ സി 150 അല്ലെ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇത് ഉത്തരം എന്താ വരിക? സോ ഉത്തരം വരിക ഓപ്ഷൻ ബി 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്, രണ്ട് തരത്തിലുള്ള ബ്ലോ പൈപ്പ് ഉണ്ട്. ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ഉണ്ട്, ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഉണ്ട്. അപ്പൊ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഇഞ്ചക്ടേഴ്സ് ഒന്നുമില്ല, നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ആണ്. അവിടെ ഈക്വൽ പ്രഷർ ആണ് രണ്ടിനും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയാറുണ്ട്. ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പിനകത്താണ് നമ്മൾ ഓക്സിജന്റെയും അസെറ്റിന്റെയും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെയിം ആയിരിക്കും. 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോ പ്രഷർ സിസ്റ്റം. ഇത്തരത്തിൽ ലോ പ്രഷർ സിസ്റ്റത്തിന് അത് അത്ര എന്താണ് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ പ്രഷർ സിസ്റ്റം ഓൺലി. ഹൈ പ്രഷർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോ പ്രഷർ സിസ്റ്റം. ദ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് അസെറ്റിൻ ആർ കെപ്റ്റ് ദ സെയിം ആസ് 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റേ ചോദ്യം: വാട്ട് സൈസ് ഓഫ് നോസിൽ നമ്പർ ഈസ് യൂസ്ഡ് ടു വെൽഡ് 4 mm തിക് പ്ലേറ്റ്? മിക്കപ്പോഴും ചോദിച്ചു വരാനുള്ള ചോദ്യമാണ്. ഏത് സൈസ് നോസിൽ നമ്പർ ആണ് നമ്മൾ 4 mm തിക് പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്? വാട്ട് സൈസ് ഓഫ് നോസിൽ നമ്പർ ഈസ് യൂസ്ഡ് ടു വെൽഡ് 4 mm തിക് പ്ലേറ്റ്? 4 mm തിക്നെസ് ഉള്ള പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഏത് നോസിൽ നമ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് നോസിൽ നമ്പർ 10, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 25. ഏതായിരിക്കും നമുക്ക് ഓർത്തിരിക്കാം? ദാറ്റ് ഈസ് 4 ആണെങ്കിൽ 4 mm തിക്നെസ് ആണെങ്കിൽ ഓപ്ഷൻ എ നോസിൽ സൈസ് നമ്പർ 10 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓപ്ഷൻ എ നോസിൽ സൈസ് നമ്പർ 10 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേബിൾ ആണ്. 0.8 ആണെന്നുണ്ടെങ്കിൽ നോസിൽ സൈസ് നമ്പർ 1, 1.2 ആണെങ്കിൽ 2, 1.6 ആണെങ്കിൽ 3, 2.4 ആണെന്നുണ്ടെങ്കിൽ 5, അതുപോലെ തന്നെ 3 mm ആണെന്നുണ്ടെങ്കിൽ തിക്നെസ് എന്നുണ്ടെങ്കിൽ 7 ആണ് നമ്പർ യൂസ് ചെയ്യേണ്ടത്. 4 ആണെങ്കിൽ 10, 4 10, 5 13 ചോദിക്കാറുണ്ട്. സോ 5 ചോദിച്ചിട്ടുള്ളതാണ്. സോ 5 13 ചോദിച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ ഓർത്തിരിക്കാം. സോ അത്തരത്തില് ഓവർ എത്രയാണ് നമുക്കറിയാം. ആ ഒരു സൈസ് ഓവർ 25 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 25 മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 90 ആണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. 25 വരെ 70 ആണെന്ന് ഓർത്തിരിക്കാം. 25 മുകളിലേക്കാണെങ്കിൽ അത് 90 നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ലീക്കേജ് ഓഫ് അസെറ്റിൻ റെഗുലേറ്റർ കണക്ഷൻ? അസെറ്റിൻ റെഗുലേറ്റർ കണക്ഷനിലുള്ള ലീക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണ്? ഓപ്ഷൻ എ സോൾട്ട് വാട്ടർ, ഓപ്ഷൻ ബി പ്ലെയിൻ വാട്ടർ, ഓപ്ഷൻ സി സോപ്പ് വാട്ടർ, ഓപ്ഷൻ ഡി കെമിക്കൽ വാട്ടർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ സി സോപ്പ് വാട്ടർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇത്തരത്തില് അസെറ്റിൻ റെഗുലേറ്റർ കണക്ഷനിലൊക്കെ നമുക്ക് ലീക്കേജ് ഉണ്ടോ ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്? സോപ്പ് വാട്ടർ ആണെന്നുള്ളത്. അവിടെ നമുക്ക് പ്ലെയിൻ വാട്ടർ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ ഓക്സിജൻ ഉണ്ടായത് തന്നെ അവിടെ എക്സ്പ്ലോഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദാറ്റ് ഈസ് സോപ്പ് വാട്ടർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം: ദ ഷെയ്ഡ് നമ്പർ യൂസ്ഡ് ഫോർ കളേർഡ് ഫിൽറ്റർ. വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം. ദ ഷെയ്ഡ് നമ്പർ യൂസ്ഡ് ഫോർ കളേർഡ് ഫിൽറ്റർ ഗ്ലാസസ് വെൽഡിംഗ് കറന്റ് റേഞ്ച് എബോവ് 300 ആംപിയർ. അപ്പൊ 300 ആംപിയറിന് മുകളിൽ 300 ആംപിയർ കറന്റിന് മുകളിൽ നമ്മൾ ആർക്ക് വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫിൽറ്ററിന്റെ അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററിന്റെ ആ ഒരു ഷെയ്ഡ് നമ്പർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 8 to 9, ഓപ്ഷൻ ബി 10 to 11, ഓപ്ഷൻ സി 12 to 14, ഓപ്ഷൻ ഡി
15 to 16. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് ആ ഒരു ഷെയ്ഡ് നമ്പറുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം ആ കറണ്ട് വേരി ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് നമ്പറിന് വ്യത്യാസമുണ്ട്. അപ്പൊ 300 ആംപിയറിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരം വരിക എന്തായിരിക്കും? ദാറ്റ് ഈസ് 12 to 14. 12 to 14. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ്? ഓക്കെ ആണ്. സോ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ആ ഒരു 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. 8, 9 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കറണ്ട് നോക്കാം അപ് ടു 100 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 8, 9 അല്ലെങ്കിൽ 8 to 9 ഷെയ്ഡ് നമ്പർ യൂസ് ചെയ്യാം. 100 to 300 ആംപിയർ ആണ് കറണ്ട് എന്നുണ്ടെങ്കിൽ 10 to 11. ഓക്കെ, ദെൻ എബോവ് 300 ആംപിയറിന് മുകളിലാണ് കറണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 12, 14. 12 to 14 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഉത്തരമായിട്ട് ഇവിടെ ചോദ്യം എന്തായിരുന്നു? 300 ആംപിയറിന് മുകളിലാണ് കറണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഷെയ്ഡ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 12 മുതൽ 11, 12, 13, 14 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓക്സി അസെറ്റിലിൻ ഫ്ലെയിം യൂസ്ഡ് ഫോർ വെൽഡിംഗ് ബ്രാസ് ആൻഡ് ബ്രേസിംഗ്? അപ്പൊ ഇത്തരത്തില് ബ്രാസ് അല്ലെങ്കിൽ ബ്രേസിംഗിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിം ഏതാണെന്നുള്ളതാണ് ചോദ്യം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിച്ച് ഓക്സി അസെറ്റിലിൻ ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ബ്രാസ് ആൻഡ് ബ്രേസിംഗ്? ബ്രാസ് ബ്രേസിംഗ് പർപ്പസുകൾക്ക്, ബ്രാസിനും അതുപോലെ തന്നെ ബ്രേസിംഗ് പർപ്പസുകൾക്ക് ബ്രാസ് വെൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രേസിംഗിനും ഒക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലെയിം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കാർബറൈസിംഗ് ഫ്ലെയിം, ഓപ്ഷൻ ബി എന്താണ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം, ഓപ്ഷൻ സി ന്യൂട്രൽ ഫ്ലെയിം, ഓപ്ഷൻ ഡി എനി ഓഫ് ദി അബവ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാസ് അല്ലെങ്കിൽ ബ്രേസിംഗിനൊക്കെ നമ്മൾ എന്താണ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ, ഓക്സിഡൈസിംഗ് ഫ്ലെയിം. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എവിടെയൊക്കെയാണ് ഓക്സിഡൈസിംഗ്, എവിടെയൊക്കെയാണ് ന്യൂട്രൽ, എവിടെയൊക്കെയാണ് കാർബറൈസിംഗ്? ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും കാര്യം ഓർത്താൽ മതി. എവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കാം? ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റീൽ ന്യൂട്രൽ, കോപ്പർ ന്യൂട്രൽ, ഓക്കെ, കാസ്റ്റ് അയൺ ന്യൂട്രൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ന്യൂട്രൽ, അലൂമിനിയം ന്യൂട്രൽ അല്ലെ. ഇത്തരത്തിൽ മെയിൻ ആയിട്ടുള്ള എന്താണ് മിക്കതും ന്യൂട്രൽ ആണ്. അപ്പൊ ബാക്കിയുള്ളത് മാത്രം പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചേ, ബ്രാസ് ഓക്സിഡൈസിങ്, ബ്രാസ് മാത്രമല്ല ഉള്ളൂ, അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ടേബിളെങ്കിലും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ബ്രാസിന് നമുക്ക് ഓക്സിഡൈസിങ് ആണ്. പിന്നെ വ്യത്യാസമുള്ളത് സ്റ്റെല്ലൈറ്റ് അല്ലെ, സ്റ്റെല്ലൈറ്റ് ആണെങ്കിൽ കാർബറൈസിങ്. അപ്പൊ ഇത് രണ്ടും നോക്കിയിട്ട് ബാക്കിയുള്ള എല്ലാം എന്താ തന്നെയാണ്? ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണ്. അപ്പം ബ്രാസിന് ഓക്സിഡൈസിങ് ആണ്, സ്റ്റെല്ലൈറ്റ് കാർബറൈസിംഗ് ഫ്ലെയിം ആണ്. ബാക്കിയുള്ള ജനറലായിട്ട് വരുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യാം? നമ്മളുടെ ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓർത്തിരിക്കാം. ഓക്കെ, ബാക്കി മൈൽഡ് സ്റ്റീൽ, കോപ്പർ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം അത് പ്യുവർ ഫോം ആണ്. അത് ഓക്സിഡൈസിംഗ് ഫോം ആയി കഴിഞ്ഞാൽ അത് അലൂമിനിയം ഓക്സൈഡ് ആയി, അതിന് വ്യത്യാസമുണ്ട്. സോ പ്യുവർ ഫോം എന്ന് എടുത്ത് പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അലൂമിനിയം പ്യുവർ ഫോമിൽ നമുക്ക് എന്താണ് ഇത്തരത്തില് നമുക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഈസ് പീരിയോഡിക്കലി ക്ലീൻഡ് യൂസിങ്? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ നമ്മൾ പീരിയോഡിക് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ്? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഈസ് പീരിയോഡിക്കലി ക്ലീൻഡ് യൂസിങ് ഓപ്ഷൻ എ സോൾട്ട് വാട്ടർ, ഓപ്ഷൻ ബി പ്ലെയിൻ വാട്ടർ, ഓപ്ഷൻ സി ഓയിൽ സൊല്യൂഷൻ, ഓപ്ഷൻ ഡി കോസ്റ്റിക് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഇവിടെ ഉത്തരം വരിക ദാറ്റ് ഈസ് കോസ്റ്റിക് സൊല്യൂഷൻ ആണ് കേട്ടോ, കോസ്റ്റിക് സൊല്യൂഷൻ. ഓക്കെ, കോസ്റ്റിക് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ നമ്മൾ പീരിയോഡിക്കലി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ടെസ്റ്റ് ചെയ്യുന്ന പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 225 kg/cm² ആണ്. അതുപോലെ തന്നെ സിലിണ്ടർ ടോപ്പ് ഇസ് ഫിറ്റഡ് വിത്ത് ഹൈ പ്രഷർ വാൽവ്. ആ ഒരു വാൽവിന്റെ സിലിണ്ടർ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ മുകളിലായിട്ട് വാൽവ് ഉണ്ടാവും. അത് ഹൈ പ്രഷർ വാൽവ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. മെയ്ഡ് അപ്പ് ഓഫ് ഫോർജ്ഡ് ബ്രോൺസ്. They are annealed to relieve stresses caused during on-job handling. അതായത് അനീലിംഗ് പർപ്പസ്, അനീലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അനീലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് സ്ട്രെസ്സസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് they are periodically cleaned using caustic solution. കോസ്റ്റിക് സൊല്യൂഷന്റെ സഹായത്തോടുകൂടിയാണ് അത് ക്ലീൻ ചെയ്യുന്നത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ ഇത്രയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമായി കാണാം. കാണാൻ വരെ നന്ദി, നമസ്കാരം.